everyone, welcome back to our English class. So നോക്കി മക്കളെ നമ്മൾ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺവെർസേഷൻ. എന്താണ്? സംഭാഷണം എഴുതുന്നതാണ്. ഓക്കെ, നോക്കി ഇവിടെ it was the first time Yezuki-chan ever climbed the tree. He was very happy. On the way back, he decided to tell everything to the headmaster. What would be the likely conversation between Yezuki-chan and the headmaster? So what is the question given here? എന്താ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം? നമ്മുടെ യസൂക്കി-ചാൻ എന്താണ് സംഭവം? എവിടുന്നാണ് മുപ്പര് മരമൊക്കെ കയറി പിടിച്ച് എന്താണ് തിരിച്ചു വീട്ടിൽ പോവാണ്. തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് ആരാ കാണുന്നത്? ഹെഡ് മാസ്റ്ററെ കാണാം. ഹെഡ് മാസ്റ്ററെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ്, ഫുൾ എന്ത് ചെയ്യാണ്, ആളങ്ങോട്ടേക്ക് പറയാല്ലേ യെസ് എന്തൊക്കെ ഉണ്ടായ വിശേഷങ്ങൾ എന്ത് ചെയ്യാണ് യസൂക്കി-ചാന് പറയണം. അങ്ങനെ പറയുന്ന സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എഴുതണം. നോക്കി ഇവിടെ മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കൺവേഴ്സേഷൻ എഴുതുന്ന സമയത്ത്, സംഭാഷണം എഴുതുന്ന സമയത്ത് ആക്ച്വലി ഹൗ ഷുഡ് വി റൈറ്റ്? നമ്മൾ എങ്ങനെ എഴുതണ്ടേ? മിസ് എപ്പോഴും പറയാറില്ലേ, നമ്മൾ ഗ്രീറ്റിംഗോട് കൂടി തുടങ്ങണം. ഒരു ഹായ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹലോ എന്തായാലും മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതെന്ന് അറിയാം. ഇവിടെ ഹെഡ് മാസ്റ്റർ വലിയ ആളല്ലേ, ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും? ആദ്യം പറയും ഹലോ യസൂക്കി-ചാൻ, യു ലുക്ക് സോ ഹാപ്പി. ഹലോ യസൂക്കി-ചാൻ, എന്താണ് ഒത്തിരി സന്തോഷത്തിലാണല്ലോ വരുന്നത്? യസൂക്കി-ചാൻ എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആള് വരുന്നത്? യെസ് ഐ എം വെരി ഹാപ്പി. അപ്പൊ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, നമുക്കറിയാലോ യസൂക്കി-ചാൻ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ യസൂക്കി-ചാൻ എന്ത് പറയും? യെസ് ഐ എം ഹാപ്പി, തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ ഹെഡ് മാസ്റ്റർക്ക് വൈ, എന്തുകൊണ്ടാ, എന്താ പ്രത്യേകിച്ച് ഉണ്ടായത്? ആരാ ചോദിക്കുന്നത്? നമ്മുടെ ഹെഡ് മാസ്റ്റർ ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് ഇവിടെ നോക്കിയേ, യസൂക്കി-ചാൻ പറയാണ് ഐ ഓൾവേസ് വാണ്ടഡ് ടു ക്ലൈംബ് എ ട്രീ. എൻ്റെ എപ്പോഴും വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത്, ഒരു മരത്തിന്റെ മേലെ കയറണം എന്നുള്ളത്. ബട്ട് ഐ വാസ് സ്കെയർഡ് ഓൾവേസ്. പക്ഷെ എന്താ പറയുന്നത്, എൻ്റെ കാലിന് എന്തിൻ്റെ ബലക്കുറവുണ്ട് അല്ലേ, പോളിയോ ബാധിച്ചിട്ട്. അപ്പോൾ ഓൾവേസ് ഐ വാസ് സ്കെയർഡ്, എനിക്ക് പക്ഷെ പേടിയായിരുന്നു എപ്പോഴും. ടുഡേ, ഇന്ന് ഫോർച്യുനേറ്റ്ലി ഐ കുഡ് ക്ലൈംബ് ദ ട്രീ. ഇന്ന് എന്തായി, എനിക്ക് ഭാഗ്യവശാൽ ഇന്ന് എനിക്ക് മരം കയറാൻ കഴിഞ്ഞു. ഹൗ കുഡ് യു ക്ലൈംബ് ദ ട്രീ? അപ്പൊ ഇതൊക്കെ ഭയങ്കര അതിശയം നമ്മുടെ ഹെഡ് മാസ്റ്ററിന് ചിന്തിക്കാണ്ട്, ഇവരെ കാലിന് പെയ്യാന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ യസൂക്കി-ചാൻ മരത്തിന്റെ മേലെ കയറിയത്? ഹെഡ് മാസ്റ്റർ ചിന്തിക്കാല്ലേ. അപ്പൊ ഹെഡ് മാസ്റ്റർ ചോദിക്കുന്നുണ്ട് ഹൗ കുഡ് യു ക്ലൈംബ് ദ ട്രീ? മോനെ, നിനക്ക് എങ്ങനെ മരം കയറാൻ കഴിഞ്ഞു? എന്താ ചോദിച്ചവിടെ? ഹൗ കുഡ് യു, എങ്ങനെ കഴിഞ്ഞു നിനക്ക്? ഹൗ കുഡ് യു, നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? ക്ലൈംബ് ദ ട്രീ, ആ മരത്തിന്റെ മേലെ പറ്റിപ്പിടിച്ച് കയറാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോട്ടോ-ചാൻ. ഇവനെന്താ പറയുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോട്ടോ-ചാൻ, ടോട്ടോ-ചാന്റെ സഹായത്തോടെ. ടോട്ടോ-ചാൻ ഇൻവൈറ്റഡ് മീ ടു ഹെർ ട്രീ. ടോട്ടോ-ചാൻ എന്ത് ചെയ്തു? അവളുടെ ട്രീയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. നൗ ഷീ മോട്ടിവേറ്റഡ് മീ. ഇൻവൈറ്റ് ചെയ്ത് മാത്രമല്ല, ടോട്ടോ-ചാന് ശരിക്കും അറിയാം എന്താ, എനിക്ക് മരത്തിന്റെ മേലെ കയറാൻ എന്തുണ്ട്, എനിക്ക് പേടിയുണ്ട്, കാലിന് വയ്യാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. അപ്പൊ ടോട്ടോ എന്ത് ചെയ്തു? ആദ്യം എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തു അല്ലേ, എന്നെ പ്രോത്സാഹിപ്പിച്ച ആള്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടോട്ടോ-ചാൻ ഇൻവൈറ്റഡ് മീ ടു ഹെർ ട്രീ. അപ്പൊ നോക്കേ, അവൾ എന്ത് ചെയ്തു? ഷീ ടുക്ക് ഓൾ മൈ ഫിയേഴ്സ് ഔട്ട് അല്ലേ. എൻ്റെ എല്ലാ പേടിയും ആര് പോക്കി തന്നെ? നമ്മുടെ ടോട്ടോ-ചാൻ പോക്കി തന്ന്. ഹെഡ് മാസ്റ്റർ അത് കേട്ട ഭയങ്കര സന്തോഷം അല്ലേ. ഹെഡ് മാസ്റ്റർ ഈ ഒരു സംഗതി കേട്ടപ്പോൾ എന്താ, ഹെഡ് മാസ്റ്ററിന് ഭയങ്കര സന്തോഷം. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയാണ് ഓ ദാറ്റ് ഈസ് ഗ്രേറ്റ് അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ബട്ട് ദ ട്രീ ഈസ് ബിഗ്, പക്ഷെ വലിയൊരു മരമായിരുന്നു. ഹൗ ഡിഡ് യു ക്ലൈംബ് ഓൺ ദ ട്രീ? നീ എങ്ങനെയാണ് അതിൻ്റെ മേലെ എന്ത് ചെയ്തത്? ക്ലൈംബ് ചെയ്തത്. അപ്പോൾ നമ്മുടെ യസൂക്കി-ചാൻ പറയാണ് ടോട്ടോ ബ്രോട്ട് എ ലാഡർ. ടോട്ടോ-ചാൻ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവളൊരു ലാഡർ, ഒരു ഏണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ഏണീൻ്റെ മേലെ പറ്റിപ്പിടിച്ചാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ ഈ പറയുന്ന മരത്തിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് കയറിയത്. I climbed up with the help of the ladder. It was really helpful. ഇത് ആക്ച്വലി എന്തായിരുന്നു? It was really helpful. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇത് എത്ര എഴുതിയാൽ മതി? അപ്പൊ നോക്കിയേ, ഹെഡ് മാസ്റ്റർ അടുത്ത് നമ്മുടെ യസൂക്കി-ചാൻ എന്താണ് ഉണ്ടായ സംഭവം എന്നുള്ളത് പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞേ, ആരാണ് അവളെ മരത്തിന്റെ മേലേക്ക് ക്ഷണിച്ചത്, എങ്ങനെയാണ് യസൂക്കി-ചാൻ മരത്തിന്റെ മേലെ കയറിയത്, അങ്ങനെ കയറാൻ വേണ്ടി യസൂക്കി-ചാനെ വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ടോട്ടോ-ചാൻ എന്തൊക്കെ ചെയ്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സംഭാഷണത്തിൽ എഴുതണം. ഈ വീഡിയോ യൂസ്ഫുൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ എന്താ ഇന്ന് പഠിച്ചതെന്ന്?
ഓക്കെ അല്ലേ? അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു നോക്കിയേ, ഐ എം സോ ഹാപ്പി ഫോർ ബോത്ത് ഓഫ് യു. അപ്പോൾ ഹെഡ് മാസ്റ്റർ ആക്ച്വലി പറയുകയാണേ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടുപേർ കാര്യത്തിലും. യു ഡിഡ് എ ഗ്രേറ്റ് തിങ്. അടിപൊളി കാര്യം നീ ചെയ്തത് എന്താണ്, വലിയൊരു കാര്യം. ബിക്കോസ് യു ആർ നോട്ട് എന്താണ് യു ആർ നോട്ട് ലൈക്ക് എനി അതർ ബോയ്സ് അല്ലേ, നീ മറ്റുള്ള കുട്ടികളെ പോലെയല്ല. ബിക്കോസ് എന്താണ് യു ആർ എന്താണ് പോളിയോ എഫക്റ്റഡ് ആണ്, പോളിയോ ബാധിച്ചിട്ടുണ്ട് കാലിന്. അപ്പോൾ കാലിന് ഉറപ്പിൻ്റെ കുറവുണ്ട്, ബലക്ഷയുണ്ട്. അപ്പോൾ എന്നിട്ടും നീ എന്ത് ചെയ്തു, നീ ഇത്ര ധൈര്യപൂർവ്വം നീ അതിൻ്റെ കയറിയിലെ മരത്തിൻ്റെ മേലെ. ഐ ആം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് ദിസ് ഇൻ ദ കമ്മിങ് അസംബ്ലി. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും, വരാൻ പോകുന്ന അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യും, സംസാരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഹെഡ് മാസ്റ്റർ അവിടെ പോകുന്നത്. യസുക്കി ചാൻ അതൊക്കെ ഭയങ്കര സന്തോഷം. യസുക്കി എന്താ പറയുന്നത്, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് അല്ലേ, താങ്ക്സ് ഒക്കെ പറയാണ് ആള്. അടുത്ത നോക്കിയേ, നെക്സ്റ്റ് വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കുക നിങ്ങൾ. യു ഹാവ് എൻജോയ് ദ സ്റ്റോറി ഓഫ് ടോട്ടോ ചാൻ ആൻഡ് യസുക്കി ചാൻ ക്ലൈംബ് ദ ടോപ്പ് ഓഫ് ദ ട്രീ. ബോത്ത് ഓഫ് ദം വെർ സോ ഹാപ്പി. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം യസുക്കി ചാൻ എവർ ക്ലൈംബ് എ ട്രീ. ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഫോർ ഹിം. ഹി വാണ്ടഡ് ടു ഷെയർ വിത്ത് ഹിസ് ഫ്രണ്ട് അക്യോ ചാൻ. അങ്ങനെ വീണ്ടും എന്താണ് ടോട്ടോ ചാനിൻ്റെ ഫ്രണ്ടായ നമ്മുടെ അക്യോ ചാൻ എന്താണ് യസുക്കി ചാനിന് ഭയങ്കര സന്തോഷമായി മരത്തിൻ്റെ മേലെ കയറിയത്. യസുക്കി ചാൻ എന്ത് ചെയ്തു, യസുക്കി ചാൻ്റെ ഒരു ഫ്രണ്ടിന് എന്ത് ചെയ്തു, ഈ കത്ത് എഴുതി. ഓക്കെ, കത്ത് എഴുതുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ എഴുതേണ്ടത്. ഹി റോട്ട് എ ലെറ്റർ ടു ഹിം ഡിസ്ക്രൈബിങ് ഹിസ് എക്സ്പീരിയൻസ്. അവൻ്റെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചാൽ അവൻ എന്ത് ചെയ്യാൻ പോണ്, കത്ത് എഴുതാൻ പോവാം. അപ്പോൾ ഇവിടെ നോക്കുക, ആക്ച്വലി ഇവിടെ നമുക്കറിയാം ഫ്രണ്ട് ടു ഫ്രണ്ട് ലെറ്റർ ആണ്. ഫ്രണ്ടിന് എഴുതുന്ന കത്തിനെ നമ്മൾ ഇൻഫോർമൽ കത്ത് എന്നാ വിളിക്കാം, ഇൻഫോർമൽ ലെറ്റർ എന്ന് നമ്മൾ വിളിക്കാം. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ടീച്ചർക്ക് എഴുതുന്നത്, നമ്മളൊരു സ്ഥാനത്തിരിക്കുന്ന ഒഫീഷ്യലി എഴുതുന്ന കത്തുകളാണ് എന്ത്, നമ്മുടെ ഫോർമൽ ലെറ്റേഴ്സ്. ഓക്കെ, ദിസ് ഇസ് എൻ ഇൻഫോർമൽ ലെറ്റർ. ഇതൊരു ഇൻഫോർമൽ ലെറ്റർ ആണ്. കാരണം ബിക്കോസ് എന്താണ്, ഈ കത്ത് എഴുതുന്നത് നമ്മൾ ചങ്കിനോട് എഴുതാണ്, ചെങ്ങായിക്ക് എഴുതാണ്, ഫ്രണ്ടിന് എഴുതാം അല്ലേ. നോക്കി ഇവിടെ സെൻറ്റേഴ്സ്, അഡ്രസ് ഉണ്ട്, ഡേറ്റ്, മന്ത്, ഇയർ, സാലുട്ടേഷൻ ഉണ്ട്. ലെറ്റ്സ് സീ എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഹൂ ഈസ് റൈറ്റിംഗ് ദ ലെറ്റർ. ആരാണ് എന്ത് ചെയ്യുന്നത്, ഈ കത്ത് എഴുതുന്നത്, അയാളാണ് എന്ത്, നമ്മുടെ സെൻറ്റേഴ്സ്, അഡ്രസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഡേറ്റ്, മന്ത്, ഇയർ ആണ്. ഡേറ്റ്, മന്ത്, ഇയർ, ഏതാണ് തീയതി, ഏതാണ് മാസം, ഏതാണ് വർഷം, അത് നമ്മൾ എഴുതണം. നെക്സ്റ്റ് വൺ വി ഹാവ് സാല്യൂട്ടേഷൻ. അടുത്ത് നമ്മൾ എഴുതേണ്ടത് സാല്യൂട്ടേഷൻ ആണ്. ഓക്കെ, സാല്യൂട്ടേഷൻ പറഞ്ഞാൽ എന്താ, ഹലോ സർ, റെസ്പെക്റ്റഡ് സർ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഹലോ ചങ്കേ, എന്തോ നാടേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഹലോ മൈ ഡിയർ, മൈ സ്വീറ്റ് ഫ്രണ്ട്, മൈ ഡിയർ ഫ്രണ്ട്, മൈ ഡാർലിംഗ് ഫ്രണ്ട്, മൈ ഹംബിൾ ഫ്രണ്ട്, മൈ കൈൻഡ് ഫ്രണ്ട്, ഇതൊക്കെ സാലുട്ടേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്ക്, ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻട്രോ ആണ്. ഇൻട്രോ എന്താ, ഹായ് ഹൗ ആർ യു, സുഖാണോ, അത് മാത്രം എന്ത് മതി, നമ്മൾ ഇൻട്രോയിൽ എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ വി ഹാവ് ബോഡി ഓഫ് ദ ലെറ്റർ. നെക്സ്റ്റ് ഏതാണ്, ബോഡി ഓഫ് ദ ലെറ്ററിൽ നമ്മൾ എന്ത് എഴുതണം, വൈ ഡു വി റൈറ്റ് ദ ലെറ്റർ, വൈ നോക്ക്, വൈ ഡു വി നോക്കി ഇവിടെ, വൈ ഡു വി റൈറ്റ് ദ ലെറ്റർ. എന്തിനാണ് നമ്മൾ കത്തെഴുതുന്നത്, അത് നമ്മൾ എഴുതേണ്ടത് ബോഡി ഓഫ് ലെറ്ററിലാണ്. നെക്സ്റ്റ് നോക്കിയ കൺക്ലൂഷൻ. അതായത് നമ്മൾ പറയില്ലേ, ഓക്കെ ഇനി ഞാൻ കത്ത് നിർത്താൻ കേട്ടോ, നീ മറുപടി അയക്കണം കേട്ടോ, ദറ്റ് ഈസ് കൺക്ലൂഷൻ. ഹൗ വി സ്റ്റോപ്പ് അവർ ലെറ്റർ, എങ്ങനെ നമ്മൾ കത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത്, ദറ്റ് ഈസ് കൺക്ലൂഷൻ, അതാണ് കൺക്ലൂഷൻ. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ക്ലോസ്. നമ്മൾ പറയില്ലേ, യു ആർ ലവിംഗ്ലി, യു ആർ സിൻസിയർലി, യു ആർ സ്റ്റാർലിംഗ്, യു ആർ ബെസ്റ്റ് ഫ്രണ്ട്, ദാറ്റ് വി കോൾ ആസ് എന്താണ്, ക്ലോസിങ്. നോക്കി, ക്ലോസ്. നെക്സ്റ്റ് നെയിം, നമ്മുടെ പേരും എഴുതിയാൽ സംഭവം സെറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് എ ഫോർമാറ്റ് ഓഫ് എ ലെറ്റർ റൈറ്റിംഗ്. ഇതാണ് എന്ത്, നമ്മുടെ കത്തിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ആൻസർ. നമ്മൾ ആൻസർ ആണ് ഈ പഠിക്കാൻ പോകുന്നത്. യസുക്കി ചാൻ എന്താ പറയുന്നത് നോക്കിയേ, യസുക്കി ചാന് ചിം സ്ട്രീറ്റ് 13/486 യസുക്കി ചാൻ്റെ വീടിൻ്റെ അഡ്രസ് ആണ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് 23rd May 2001, ദാറ്റ് ഈസ് ഡേറ്റ്, മന്ത്, ഇൻ ഇയർ. ഡിയർ അക്യോ ചാൻ, എൻ്റെ പ്രിയപ്പെട്ട അക്യോ ചാനെ എന്ന് വിളിക്കുകയാണ്. ആരെ, നമ്മുടെ യസുക്കി മോൻ. അപ്പോൾ നമ്മൾ വിളിക്കുകയാണ് ഡിയർ അക്കു, ഞാനാണ് അക്കു എന്ന് വിളിക്കും. ഓക്കെ, ഐ എം സോ ഹാപ്പി ടു റൈറ്റ് ടു യു. ഓ മൈ ഗോഡ്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിനക്ക് എഴുതാൻ പറ്റിയല്ലേ. ഐ തിങ്ക് യു ഓൾ ആർ ഡൂയിങ് വെൽ. നിൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഐ റിയലി വാണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു. എനിക്ക് നിൻ്റെ അടുത്ത് എന്ത് വേണം, കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുണ്ട്. യു നോ വെൽ ദാറ്റ് ഐ ലവ് ടു ക്ലൈംബ് ട്രീസ്. നിനക്കറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടം മരത്തിൻ്റെ മേലെ കയറാനെന്ന്. ബട്ട് ഇറ്റ് നെവർ ഹാപ്പൻ സിൻസ് ഐ എം നോട്ട് ഏബിൾ ടു വാക്ക് പ്രോപ്പർലി. പക്ഷെ അത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്താണ്, എനിക്ക് ശരിക്കും നടക്കാൻ പറ്റാഞ്ഞത് മുതൽ ഒരിക്കലും എനിക്ക് മരത്തിൻ്റെ മേലെ കയറാൻ പറ്റിയിട്ടില്ല.
but you know yesterday I could climb a tree. ഇവിടെ നമുക്കൊരു നോ ചേർത്ത് കൊടുക്കാം. നിനക്കറിയോ എന്ത് പറ്റിയേ? yesterday I could climb a tree. ഇന്നലെ എനിക്കൊരു മരത്തിൻ്റെ മേലെ പറ്റിപ്പിടിച്ച് കയറാൻ കഴിഞ്ഞു. I have a good friend in my school. എനിക്ക് എൻ്റെ സ്കൂളിൽ എന്തുണ്ട്? നല്ലൊരു സുഹൃത്തുണ്ട്. Her name is Toto Chan and she's a smart girl. She invited me to her tree. She encouraged me to climb. She supported. She helped me to overcome my fears. അപ്പോൾ അക്യൂച്ചനോട് പറയാണ്, അക്യൂച്ച നിനക്കറിയോ എൻ്റെ ക്ലാസ്സിൽ എന്തുണ്ട്? I have a good friend. I have a beautiful friend. Her name is Toto Chan. അവളുടെ പേരെന്താണ്? ടോട്ടോ ചാൻ ആണ്. ഷീസ് വെരി സ്മാർട്ട്. ഭയങ്കര സ്മാർട്ടാണ്. ഷീസ് വെരി cheerful. ഭയങ്കര cheerful ആണ് എപ്പോഴും. ഷീ ഹെൽപ് മീ ടു ക്ലൈംബ് ദ ട്രീ. അവളാണ് എന്നെ എന്ത് സഹായിച്ചത്? എൻ്റെ മരത്തിൻ്റെ മേലെ കയറാൻ വേണ്ടി സഹായിച്ചത്. എന്നൊക്കെ ഷീ സപ്പോർട്ടഡ്. അവളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഷീ ഹെൽപ് മീ ടു ഓവർകം മൈ ഫിയേഴ്സ്. എൻ്റെ പേടിയൊക്കെ കൂടെ മാറ്റി വെച്ച് അതിനൊക്കെ കൂടെ പുറത്തേക്ക് കടക്കാൻ എന്നെ സഹായിച്ചതാരാണ്? ഷീ ഈസ് ദ വൺ ഹു ഹെൽപ് മീ ടു ഓവർകം മൈ ഫിയേഴ്സ്. ഷീ ബ്രോട്ട് എ ladder and made it more easy. We climbed together and finally I reached at the top of the tree. I saw my entire school, mountains, farms, friends, river, everything from a height. I'm so happy. സോ എന്താ പറയണേ? ഞാൻ ഈ മരത്തിൻ്റെ മേലെ കയറിയുന്ന സമയത്ത് ദൂരെയുള്ള എല്ലാ സംഗതിയും ഞാൻ കണ്ടു. ഞാൻ എൻ്റെ സ്കൂൾ മുഴുവൻ കണ്ടു. തൊട്ടടുത്തുള്ള എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മലകൾ കണ്ട്, അപ്പുറത്ത് ഒഴുകുന്ന പുഴ ഞാൻ കണ്ട്, ആകാശത്ത് പറക്കുന്ന പക്ഷികളെ കൂടുതൽ അടുത്ത് കണ്ട്, എൻ്റെ സുഹൃത്തുക്കളെ കണ്ട്, കർഷകരെ കണ്ട്, ഫാമേഴ്സിനെ കണ്ട് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ. ഐ വാണ്ടഡ് ടു ഷെയർ മൈ ബെസ്റ്റ് എക്സ്പീരിയൻസ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹോപ്പ് യു ആർ ഹാപ്പി ആൻഡ് ഈഗർ ടു മീറ്റ് ടോട്ടോ ചാൻ. കം മൈ ഹോം സൂൺ. യു ആർ അക്യു ചാൻ. ഓക്കെ. സോ എന്താണ് അപ്പം നിനക്ക് ഞാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ നിനക്കൊരു പൂതിയില്ലേ? എന്തിനാ നമ്മൾ ടോട്ടോ ചാനെ കാണാൻ വേണ്ടി? ഓക്കെ, വി വിൽ മീറ്റ് ടോട്ടോ ചാൻ വെരി സൂൺ. കം മൈ ഹോം. നീ എൻ്റെ വീട്ടിലേക്ക് വായോ. അത്ര എഴുതിയാൽ മതി. അത്ര എഴുതിയ സംഭവം സെറ്റാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ അല്ലേ? വീഡിയോ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? താങ്ക് യു സോ മച്ച്.